ഇവിടെ ശ്രദ്ധിക്ക്, പ്രായമായ ഒരാള് അയ്യോ സംസാരിക്കല്ലേ. പപ്പ അല്ല ചപ്പൂപ്പ. ഓ എന്നാ പറയാനാ, സുഖമായിട്ട് പോകുന്നു. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി വീണ്ടും ഒരു ക്രിസ്മസ് രാവ് കൂടി വന്നണയുകയാണ്. പ്രാർത്ഥന മന്ത്രങ്ങൾ ഉരുവിട്ട് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കും. പള്ളികളിലെ പ്രത്യേക പ്രാർത്ഥനകൾക്കും പാതിര കുർബാനകൾക്കും സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ലോകം. കൂടെ അട്ടിപ്പൊളി തകർപ്പൻ എപ്പിസോഡുമായി ടോപ്പ് സിംഗേഴ്സും. എങ്ങനെയുണ്ട്? തകർപ്പൻ ദൃശ്യവിരുന്നാണ് ഇത്തവണ ക്രിസ്മസ് ദിനത്തിൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 ഒരുക്കിയിരിക്കുന്നത്. ലോക മലയാളികൾക്ക് പാട്ടുവിസ്മയങ്ങൾ സമ്മാനിക്കുന്ന പരിപാടിയാണ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. ആദ്യ സീസണുകൾക്ക് പിന്നാലെ ഇപ്പോൾ ടോപ്പ് സിംഗർ 5നും മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല. നിഷ്കളങ്കത നിറഞ്ഞ കുട്ടി വർത്തമാനങ്ങൾ കൊണ്ടും അതിഗംഭീരമായ ആലാപന മികവ് കൊണ്ടും കുരുന്നു ഗായക പ്രതിഭകൾ ആസ്വാദകരുടെ ഹൃദയതാളങ്ങൾ പോലും കീഴടക്കിയിരിക്കുന്നു. മനോഹരമായ നിരവധി നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ജനപ്രിയ പരിപാടിയാണ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. പാട്ടും നൃത്തവും തമാശകളും സർപ്രൈസുകളുമൊക്കെയായി ഉത്സവ പ്രതീതിയാണ് ഓരോ എപ്പിസോഡിലും പ്രേക്ഷകർക്കായി കാത്തിരിക്കുന്നത്. കന്യാമറയത്തിനും ജോസഫിനും പരിശുദ്ധാത്മാവിൻ്റെ കടാക്ഷത്തിൽ ജനിച്ച മകൻ യേശുവിൻ്റെ ജന്മദിനമാണ് ക്രിസ്മസായി വിശ്വാസികൾ കൊണ്ടാടുന്നത്. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിലായിരുന്നു ഇടയദേവൻ്റെ തിരുപ്പിറവി. ഈ ജനനത്തിന് മുമ്പായി ജനങ്ങളെ സന്മാർഗത്തിലാക്കാൻ ഒരു ദൈവപുത്രൻ എത്തുമെന്ന് മാലാഖമാർ അറിയിച്ചിരുന്നു. ജനനത്തിന് പിന്നാലെ പുത്രനെ യേശു എന്ന് വിളിക്കണമെന്നും മാലാഖമാർ അറിയിച്ചിരുന്നു. പ്രാർത്ഥനകളും കുർബാനകളുമല്ലാതെ നക്ഷത്രവും പുൽക്കൂടും ക്രിസ്മസ് ട്രീയും കരോളും സാന്താക്ലോസുമെല്ലാമായാണ് ആഘോഷങ്ങളിലെ മറ്റൊരു അവിഭാജ്യ ഘടകം. സമ്മാന പൊതികളുമായി സാന്റയെ വരവേൽക്കാൻ നിൽക്കുന്നവരാണ് വിശ്വാസികൾ. പ്രത്യേകിച്ചും കൊച്ചു കുട്ടികൾക്ക് സാന്റ എന്നാൽ ക്രിസ്മസിൻ്റെ മറ്റൊരു കൗതുക കാഴ്ചയാണ്. തകർപ്പൻ പ്രകടനങ്ങളും കൗതുക കാഴ്ചകളുമായി അട്ടിപ്പൊളി എപ്പിസോഡാണ് പ്രേക്ഷകർക്കായി കാത്തിരിക്കുന്നത്.